ലോകത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റുകളൊക്കെ ആരുടെയെങ്കിലും കുത്തകയാണോ? അങ്ങനെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് അമേരിക്കയിലെ വാൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ളത്. വാൾ സ്ട്രീറ്റ് ഭീമന്മാർ എന്നാണ് അങ്ങനെയുള്ളവരെ സാധാരണയായിട്ട് നമ്മൾ വിശേഷിപ്പിച്ച് കേൾക്കാറുള്ളത്. എന്നാൽ ഈ സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങളുടെ കുത്തകയല്ല, ഇത് ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന് ഒരു കൂട്ടം ആളുകൾ തെളിയിച്ചിരിക്കുന്നതാണ് ഈ ഗെയിം സ്റ്റോപ്പ് ഇഷ്യൂവിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സോ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. ഒന്ന്, എന്താണ് ഈ വാൾ സ്ട്രീറ്റ് ഭീമന്മാരുടെ പ്രശ്നം. രണ്ട്, ഈ ഗെയിം സ്റ്റോപ്പ് ഇഷ്യൂവിൻ്റെ ഭാഗമായി എന്താണ് നടക്കുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ് പ്ലെയിൻ. നമ്മൾ ഈ ഷെയർ മാർക്കറ്റിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയാളികളൊക്കെ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ കുറേ പേര് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ലാഭം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നൊരു സംഭവം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സിനെ നമുക്ക് ഷെയർ മാർക്കറ്റിൽ കാണാൻ വേണ്ടി സാധിക്കും. ഒന്ന്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. രണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനോ നിങ്ങളോ പോലെയുള്ള സാധാരണക്കാർ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നേരിട്ട് ഷെയറുകൾ വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുന്നതിനെയാണ് റീറ്റെയിൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഫണ്ടായിരിക്കും, അല്ലെങ്കിൽ വളരെ ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഷെയറുകളുടെ അല്ലെങ്കിൽ ഒരൊറ്റ സമയത്ത് വാങ്ങാനും വിൽക്കാനും ഒക്കെ കഴിയുന്ന ഷെയറുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. 100 ഷെയറുകളോ 1000 ഷെയറുകളോ ഒക്കെ ആയിരിക്കും നമ്മൾ വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ചെറിയൊരു എമൗണ്ട് മാത്രം നമ്മൾ വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അതായത് നമ്മളൊരു 1000 ഷെയർ വാങ്ങിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ വിറ്റത് കൊണ്ടോ ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് മുകളിലേക്കോ താഴേക്കോ ഒന്നും പോകാൻ വേണ്ടി പോകുന്നില്ല. ഒരു വലിയ ചേഞ്ച് നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതാണ് റീറ്റെയിൽ ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ തരം ആളുകളാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഹെഡ്ജ് ഫണ്ടുകൾ. അങ്ങനെ ഒരുപാട് പേരുകൾ നമ്മൾ അവരെ വിളിക്കാറുണ്ട്. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആളുകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട് ആളുകൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞുള്ള രീതിയിൽ ട്രേഡ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള മ്യൂച്വൽ ഫണ്ടുകളോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ സെയിം സംഭവം തന്നെയാണ്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് എന്ന് പറയുന്ന ഒരു വലിയ എമൗണ്ടാണ്. കാരണം ഒരുപാട് ആളുകളുടെ ഫണ്ടാണ് ഇവർ വിനിയോഗം ചെയ്യുന്നത്. അപ്പോൾ ഈ തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ട്രേഡ് നടക്കുമ്പോഴോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുമ്പോഴൊക്കെ ഒരുപാട് വലിയ എമൗണ്ട് ചിലവാക്കുന്നത് കൊണ്ട് ഒരുപാട് ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും ഇവരെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരൊറ്റ ട്രാൻസാക്ഷനിൽ തന്നെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കുണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്താണ്? ഇവർ നടത്തുന്ന ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഷെയറിൻ്റെ പ്രൈസിൽ ചാഞ്ചാട്ടം ഉണ്ടാക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ലക്ഷക്കണക്കിന് ഷെയറുകൾ വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചാഞ്ചാട്ടം ആ ഷെയർ പ്രൈസിൽ ഉണ്ടാക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാഞ്ചാട്ടം ഉണ്ടാക്കാനുള്ള ഇവരുടെ കഴിവാണ് ഇവരെ അഹങ്കാരികളാക്കി മാറ്റുന്നത്. നമ്മൾ അമേരിക്കയിലെ വാൾ സ്ട്രീറ്റിൽ പോയി നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഹെഡ്ജ് ഫണ്ട് ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവർ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ബില്യൺസ് അല്ലെങ്കിൽ ട്രില്യൺസ് ഓഫ് ഡോളറിൻ്റെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടത്തുന്നത് കൊണ്ട് ഇതുപോലെ ലക്ഷക്കണക്കിന് ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട് കാലാകാലങ്ങളായി ഇവരുടെ പവർ വർദ്ധിച്ചു വരികയും ഈ പവർ പിന്നീട് എന്തായി മാറി ഒരു അഹങ്കാരമായി മാറുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവരെ രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്, ഇപ്പോൾ അമേരിക്കയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ഗവൺമെൻറ് തന്നെയാണ് മുന്നോട്ട് വരുന്നത്. കാരണം അമേരിക്കയിൽ താമസിക്കുന്ന ആളുകളുടെ പണമാണ് ഇവർ വിനിയോഗിക്കുന്നത്. അപ്പോൾ ഈ പണത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അമേരിക്കൻ ജനതയ്ക്ക് തന്നെ ഒരു പ്രശ്നമായി മാറും എന്നുള്ളത് കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവരെ ബെയിൽ ഔട്ട് ചെയ്യാനോ ഇവരെ ഏതെങ്കിലും രീതിയിൽ രക്ഷിച്ചെടുക്കാനോ ഒക്കെ ഗവൺമെൻറ് മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഗവൺമെൻറ് ഞങ്ങളുടെ കൂടെയാണ്, ഞങ്ങളുടെ കയ്യിൽ ധാരാളം പണമുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് വേണമെങ്കിലും കാണിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഒരു അഹങ്കാരം ഇവരിലേക്ക് വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവർ ഈ ഏകാധിപത്യത്തിലേക്ക് അല്ലെങ്കിൽ അഹങ്കാരത്തിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് കാലാകാലങ്ങളായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അമേരിക്കൻ എക്കണോമിക്സിൽ മാത്രമല്ല ലോകത്തിൻ്റെ എക്കണോമിയിൽ തന്നെ ഉണ്ടാകും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് 2008 നിന്നിട്ടുള്ള ആഗോള സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്നത്. 2008 ആഗോള സാമ്പത്തിക മാന്ദ്യം ആരംഭിക്കുന്ന അമേരിക്കയിലെ വാൾ സ്ട്രീറ്റിൽ നിന്നാണ്. ഇവർ ഒരു എത്തിക്സും ഇല്ലാത്ത രീതിയിൽ കാശുണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടും തുടങ്ങി വെച്ച ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആവുന്നത്, പിന്നീട് അത് ലോകം മുഴുവൻ വ്യാപിക്കുന്നത്. ആ ഒരു സമയത്ത് നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ദുബായിൽ നിന്നൊക്കെ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വരികയും പിന്നീട് ബാധ്യതകളിലേക്കൊക്കെ പോകുന്ന ഒരുപക്ഷെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത് വാൾ സ്ട്രീറ്റിലെ ഈ പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കളികളിൽ നിന്നാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ലോകത്ത് ഇതുപോലെ ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ് ഇവർ. അപ്പോൾ ഇതാണ് വാൾ സ്ട്രീറ്റിൻ്റെ പ്രശ്നം. ഇനി നമുക്ക് അമേരിക്കയിലെ ഗെയിം സ്റ്റോപ്പിൻ്റെ ഇഷ്യൂ എന്താണെന്ന് നോക്കാം.
ഗെയിം സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒരു ഓഫ്ലൈൻ റീറ്റെയിൽ സെല്ലറാണ്. ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മുടെ ഗെയിമിംഗ് കൺസോളുകൾ അല്ലെങ്കിൽ പ്ലേ സ്റ്റേഷൻ, അതിൻ്റെ സീഡികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സാധാരണ ഒരു ബ്രിക്ക് ആൻഡ് മോട്ടർ കമ്പനിയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഗെയിം സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഗെയിം സ്റ്റോപ്പിൻ്റെ കച്ചവടം കാലാകാലങ്ങളായി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ അവരുടെ ഷെയർ പ്രൈസും അവരുടെ കമ്പനിയുടെ വാല്യൂ എല്ലാം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്താണ്, നമുക്കറിയാം ഇപ്പോൾ ആരും കടയിൽ പോയിട്ട് പ്ലേ സ്റ്റേഷൻ അല്ലെങ്കിൽ CD ഒന്നും വാങ്ങിക്കുന്നില്ല. എല്ലാവരും ആമസോൺ പോലെ eBay പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഗെയിമുകൾ വാങ്ങുന്നു, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ ഗെയിമുകൾ കളിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതിനോടൊപ്പം നമ്മുടെ ഈ കോവിഡും അതുപോലെ തന്നെ ഈ ലോക്ക്ഡൗൺ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കമ്പനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു നഷ്ടം സംഭവിക്കുകയും അവരുടെ ഷെയർ പ്രൈസ് താഴേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ വാൾ സ്ട്രീറ്റിലെ ഈ ഭീമന്മാർ ഇതൊരു അവസരമായി കണക്കാക്കുകയാണ് ചെയ്തത്. അതായത് ഒരു കമ്പനി താഴേക്ക് പോവുകയാണ്, ഒരു കമ്പനി താഴേക്ക് പോകുമ്പോൾ അതിനകത്ത് നിന്ന് ലാഭം ഉണ്ടാക്കുന്ന ഒരു പരിപാടി വിളിക്കുന്ന പേരാണ് ഷോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ടിംഗ് എന്താണെന്ന് ഞാൻ ചെറിയൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് വിശദീകരിച്ചാൽ, ഷോർട്ടിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ഷെയറിൻ്റെ പ്രൈസ് താഴേക്ക് പോവുകയാണ് എന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ആ ഷെയർ വിൽക്കുകയും പിന്നീട് വാങ്ങുകയും ചെയ്യുന്നതിനാണ് ഷോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ റിലയൻസ് കമ്പനിയുടെ ഒരു ഷെയറിൻ്റെ വില 100 രൂപയാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ റിലയൻസിൻ്റെ ഷെയറിൻ്റെ വില 100 രൂപയാണ്, പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷം ഇത് 10 രൂപയിലേക്ക് പോകും എന്ന് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളുടെ കയ്യിൽ നിന്നും ഈ ഷെയറുകൾ ബോറോ ചെയ്യും. ആദ്യം ഈ ഷെയർ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്നും കടം വാങ്ങും. ഒരാളുടെ കയ്യിൽ നിന്ന് ഞാനിപ്പോൾ ഒരു 100 ഷെയർ കടം വാങ്ങുകയാണെന്ന് വിചാരിക്കാം. ഈ കടം വാങ്ങുന്ന ആൾക്ക് ചെറിയൊരു ഫീസ് കൊടുക്കണം. അപ്പോൾ ഈ 100 ഷെയർ ഞാൻ കടം വാങ്ങിയിട്ട് വാങ്ങിച്ച പടിയെ ഞാൻ ഈ ഷെയർ അങ്ങോട്ട് വിൽക്കുകയാണ്. അപ്പോൾ 100 രൂപയുടെ 100 ഷെയർ വിറ്റ് കഴിയുമ്പോൾ എനിക്ക് എത്ര രൂപ കിട്ടും? എനിക്ക് 10,000 രൂപ കിട്ടും. എന്നിട്ട് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തതുപോലെ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഷെയറിൻ്റെ വില 10 രൂപയിലേക്ക് താഴുന്നതാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഈ ഷെയറിൻ്റെ വില 10 രൂപയിലേക്ക് താഴുമ്പോൾ ഞാൻ മാർക്കറ്റിൽ 100 ഷെയർ അങ്ങോട്ട് വാങ്ങിക്കും. ഈ 100 ഷെയർ വാങ്ങിക്കാൻ നേരത്തെ എനിക്ക് എത്ര രൂപ ചിലവായി? വെറും 1000 രൂപ മാത്രമാണ് ചിലവായത്. എന്നിട്ട് ഞാൻ ഈ 100 ഷെയർ കടം വാങ്ങിയ ആൾക്ക് തിരിച്ചു കൊടുക്കും. അപ്പോൾ കടം വാങ്ങിയ ആൾക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ അയാളൊരു ഫീസ് ഇനത്തിൽ ഒരു 1000 രൂപ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സ്റ്റോക്ക് വാങ്ങാൻ വേണ്ടി ഞാൻ ചിലവാക്കിയ 1000 രൂപയും ഇയാൾക്ക് ഫീസ് ഇനത്തിൽ കൊടുത്ത 1000 രൂപയും മുഴുവൻ 2000 രൂപയാണ് എൻ്റെ ചിലവ്. പക്ഷേ എൻ്റെ വരവ് എന്ന് പറയുന്നത് എത്രയാണ്? 10,000 രൂപയാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഷെയർ താഴേക്ക് പോയതിൽ നിന്ന് ഞാൻ ലാഭമുണ്ടാക്കി. ഇതിനെയാണ് ഷോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷോർട്ടിങ്ങിലൊരു പ്രശ്നമുണ്ട്. നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് വില താഴേക്ക് പോകും എന്നാണ്. വില താഴേക്ക് പോയാൽ മാത്രമാണ് ഈ ഒരു പരിപാടിയിൽ നിന്ന് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ മേടിച്ച ഷെയറിൻ്റെ വില മുകളിലേക്ക് പോവുകയാണെങ്കിലോ, മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇതിനകത്ത് നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് വലിയ നഷ്ടമാകും. അതുപോലെ ഷോർട്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇതിനകത്തെ ലാഭം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഞാൻ 100 രൂപയ്ക്കാണ് റിലയൻസിൻ്റെ ഷെയർ വാങ്ങിച്ചതെങ്കിൽ അത് 0 രൂപ വരെ പോകുകയുള്ളൂ എന്ന് എനിക്കറിയാം. അതായത് ലാഭം കിട്ടാൻ പോകുന്ന ഏറ്റവും മാക്സിമം ലാഭം ഒരു ഷെയറിന് 100 രൂപയാണ്. പക്ഷേ നഷ്ടം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഈ ഷെയറിൻ്റെ വില മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അത് ഇന്ന പ്രൈസ് വരെ എത്തുകയുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ 1000 രൂപയാകാം, 2000 രൂപയാകാം, 10,000 രൂപ. അപ്പോൾ നഷ്ടം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ കുറച്ച് റിസ്ക്കി ആയിട്ടുള്ളൊരു ബിസിനസ്സാണ് ഈ ഷോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗെയിം സ്റ്റോപ്പ്, നമ്മുടെ കഥയിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ ഗെയിം സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഷെയർ താഴേക്ക് പോവുകയാണ്, ഈ കമ്പനി പൂട്ടിപ്പോകുമെന്ന് നമ്മുടെ വാൾ സ്ട്രീറ്റിലെ ഭീമന്മാരെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയും അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗെയിം സ്റ്റോപ്പിൻ്റെ ഷെയർ ഷോർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇവർ ഷോർട്ട് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, ഇവരെന്താണ് ചെയ്യുന്നത്? ഇവർ ഷോർട്ട് ചെയ്യുന്നതോടൊപ്പം ഇവർ ന്യൂസ് ലെറ്റേഴ്സായിട്ടും അല്ലെങ്കിൽ വാർത്തകളൊക്കെ ആയിട്ട് ഇത് പുറത്തേക്ക് ഇടുക. ഞങ്ങൾ ഗെയിം സ്റ്റോപ്പിൻ്റെ ഷെയർ ഷോർട്ട് ചെയ്യുകയാണ്, നിങ്ങൾ ഷോർട്ട് ചെയ്തോളൂ, ഗെയിം സ്റ്റോപ്പ് തകരുമെന്ന് പറയുകയാണ്. ഇവിടെയാണ് എത്തിക്സ് ഇല്ലാത്തൊരു പ്രവൃത്തി എന്ന് പറയുന്നത്. കാരണം ഈ ഗെയിം സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു വരാൻ വേണ്ടി നോക്കുകയാണ്. അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ അവർ ഓൺലൈനായിട്ടുള്ള പരിപാടികൾ തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ചൈനയിൽ നിന്നുള്ള കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. മൈക്രോസോഫ്റ്റുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പിന് ശ്രമിക്കുകയാണ്. അപ്പോൾ പല നല്ല കാര്യങ്ങളും ചെയ്ത് ഇവർ എങ്ങനെയെങ്കിലും മാർക്കറ്റിലേക്ക് ഒന്ന് തിരിച്ചു വരാനും കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാനും വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഈ വാൾ സ്ട്രീറ്റിലെ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വാൾ സ്ട്രീറ്റിലെ ആളുകൾ അവർ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഷെയറുകളാണ് അവർ ഈ ഷോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ആളുകളും ഇത് തന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും അവരുടെ ഷെയർ വിൽക്കാൻ തുടങ്ങും, അവരുടെ ഷെയർ പ്രൈസ് താഴേക്ക് പോകാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു പാവം കമ്പനിയാണ് ഇവിടെ സഹിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മുടെ റെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് പോലെ തന്നെയുള്ള ഒരു സോഷ്യൽ മീഡിയ ആപ്പാണ്. ഈ സോഷ്യൽ മീഡിയയിൽ വാൾ സ്ട്രീറ്റ് ബെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട്. നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉള്ള പോലെ വാൾ സ്ട്രീറ്റ് ബെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ അവർ ഒരു ക്യാമ്പയിൻ തുടങ്ങണം. അതായത് നമ്മൾ ഈ വാൾ സ്ട്രീറ്റിൻ്റെ ഹെജിമണി അവസാനിപ്പിക്കണം, അവരുടെ അഹങ്കാരം നമ്മൾ തീർത്തു കൊടുക്കണം, പാവപ്പെട്ടൊരു കമ്പനി ഇവരിങ്ങനെ ദ്രോഹിക്കുന്നത് നമ്മൾ അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ പറയുകയാണ് നമുക്ക് എല്ലാവർക്കും കൂടെ ഈ ഗെയിം സ്റ്റോപ്പിൻ്റെ ഷെയർ വാങ്ങാം. അതായത് വാൾ സ്ട്രീറ്റിലുള്ള ആളുകൾ ഇതിൻ്റെ ഷെയർ പ്രൈസ് താഴേക്ക് പോകുമെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഇതിനെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം ഇതിനെ വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ലോകം മുഴുവനുള്ള ആളുകൾ പിന്നീട് ഈ ക്യാമ്പയിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഷെയറുകൾ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ആളുകൾ വാങ്ങിക്കൂട്ടാൻ തുടങ്ങുന്നു. അപ്പോൾ ഇവിടെ പതിയെ നമ്മുടെ ഗെയിം സ്റ്റോപ്പിൻ്റെ ഷെയർ പ്രൈസ് മുകളിലേക്ക് പോകുന്നു നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സംഭവം നടക്കുന്നുണ്ട്. അതിനെയാണ് ഷോർട്ട് സ്ക്വീസിങ് എന്ന് പറയുന്നത്. ഷോർട്ട് സ്ക്വീസിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഷോർട്ട് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു കമ്പനിയുടെ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഷെയറുകളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ നമ്മൾ ഷോർട്ട് ചെയ്യുമ്പോഴാണ് ഈ ഷോർട്ട് സ്ക്വീസിങ് എന്ന് പറഞ്ഞുള്ള സംഭവം നടക്കുന്നത്. അതായത്
ഇപ്പോൾ ഒരു കമ്പനി, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിന് എടുക്കാം, റിലയൻസ് കമ്പനിക്ക് 100 ഷെയറുകൾ മാത്രമാണ് ആകെ ഉള്ളത് എന്ന് വിചാരിക്കുക. പക്ഷേ ഇതുപോലെ ആളുകൾ ഷോർട്ട് ചെയ്യുക, പിന്നീട് വിൽക്കുക, മറിച്ച് വിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്പറേഷൻ നടത്തിയിട്ട് 100-ൽ കൂടുതൽ ഷെയറുകളിൽ ഷോർട്ടിങ് നടന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഈ സമയത്ത് ഈ ഷെയറിൻ്റെ വില മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഷോർട്ട് ചെയ്ത ആളുകൾ പാനിക്കാവുകയും അവരേത് വില കൊടുത്തും ഇത് തിരിച്ചു വാങ്ങാൻ വേണ്ടി അവർ നിർബന്ധിതരാവുകയും ചെയ്യുന്നൊരവസ്ഥ വരും. ഞാൻ നേരത്തെ പറഞ്ഞു അൺലിമിറ്റഡ് നഷ്ടത്തിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് ഭയങ്കരമായിട്ട് കൂടുന്നത് നമുക്ക് ഈ ഷോർട്ട് സ്ക്വീസിങ്ങിൻ്റെ സമയത്ത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മുടെ ഗെയിം സ്റ്റോപ്പിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. 130% ഗെയിം സ്റ്റോപ്പിൻ്റെ ഷോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് 100 സ്റ്റോക്കുകളാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ 130 ഷോർട്ടിങ്ങുകൾ നമുക്ക് ഗെയിം സ്റ്റോപ്പിൻ്റെ കാര്യത്തിൽ കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇതുകൂടി ഒരു അവസരമാക്കി എടുത്തുകൊണ്ടാണ് നമ്മുടെ റെഡിറ്റിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ ഒരു സംഭവമായിട്ട് മുന്നോട്ട് വന്നത്. അപ്പോൾ ഈ സമയത്ത് ഈ സ്റ്റോക്കിൻ്റെ വില മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് മുകളിലേക്ക് പോകുന്നവർക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഷോർട്ട് സ്ക്വീസിങ്ങിൻ്റെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ട് വില കുതിച്ചു വരാൻ തുടങ്ങി. കാരണം എന്ന് പറയുന്നത് ഈ കമ്പനികൾ മില്യൺസ് അല്ലെങ്കിൽ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഷോർട്ടിംഗ് പൊസിഷനിൽ വെച്ചിട്ടുള്ള നമ്മുടെ ഈ കമ്പനികൾക്ക് വില കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല ഇവർക്ക് ഈ ബോറോ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ തിരിച്ചു കൊടുക്കണം. ഇത് മാത്രമല്ല വില മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വാങ്ങാനുള്ള കൊളാട്രൽ അല്ലെങ്കിൽ പൈസ ഇവരുടെ കയ്യിലുണ്ടാവണം. അപ്പോൾ ഇവർ പാനിക്കാവുകയാണ്. ഇവർ പാനിക്കായിട്ട് എങ്ങനെയെങ്കിലും നമ്മുടെ ഈ മാർക്കറ്റിലുള്ള ഷെയറുകൾ തിരിച്ചു വാങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ്. തിരിച്ചു വാങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആവശ്യത്തിന് ഷെയറുകളുണ്ടോ? കാരണം ഞാൻ പറഞ്ഞു 100% മേലെ 130% ഷോർട്ടിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഷെയറുകൾ പോലും മാർക്കറ്റിലില്ല. അപ്പോൾ ആ ഒരു അവസരത്തിലാണ് റോക്കറ്റ് പോലെ ഈ ഷെയറിൻ്റെ പ്രൈസ് കുതിച്ചു വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. വെറും $4 മാത്രമായിരുന്നു നമ്മുടെ ഗെയിം സ്റ്റോപ്പിൻ്റെ സ്റ്റോക്ക് പ്രൈസ്. ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരു ഷോർട്ട് സ്ക്വീസിങ്ങിൻ്റെ ഭാഗമായിട്ട് $450 വരെ പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മുടെ റെഡിറ്റിലുള്ള ആളുകൾ കുറേ പേർക്ക് ഇതിനകത്ത് ലാഭം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും അഡമൻ്റ് ആയിട്ടുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. നമ്മൾ ഈ സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് തന്നെ കൊണ്ടുപോകും, യാതൊരു കാരണവശാലും നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ വിൽക്കില്ല. ഇങ്ങനെ മാത്രമേ നമുക്ക് ഈ വാൾ സ്ട്രീറ്റ് ഫേമുകളെ ഒരു പാഠം പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ $450 എത്തി നിൽക്കുന്നത് $1000 എത്തിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ സ്റ്റോക്കുകൾ വിൽക്കുകയുള്ളൂ എന്നുള്ള തീരുമാനമാണ് റെഡിറ്റിലെ ഭൂരിഭാഗം ആളുകളും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം സ്റ്റോപ്പിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഇഷ്യൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് വാൾ സ്ട്രീറ്റിലെ വലിയ വലിയ കമ്പനികളുടെ പ്രശ്നം, അതുപോലെ തന്നെ ഈ ഗെയിം സ്റ്റോപ്പ് ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതാണ് ഒരു ഡിബേറ്റ് നടക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നല്ലതുമാണ് ചീത്തയുമാണ് എന്നുള്ളതാണ്. നല്ലതാണെന്ന് പറഞ്ഞാൽ ഇവരൊരു പാഠം പഠിപ്പിക്കാം, ഇതിൽ നിന്ന് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നല്ലതാണെന്ന് പറയുന്നത്. പക്ഷേ ചീത്തയാണെന്ന് പറയാനുള്ള കാരണം ഇങ്ങനെയുള്ള വലിയ വാൾ സ്ട്രീറ്റ് ഫേമുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ പൈസ ഇട്ടിരിക്കുന്നത് സാധാരണക്കാരാണ്. അവർ ഫണ്ട് മാനേജ് ചെയ്യുകയാണ് എന്ന് മാത്രമേ ഉള്ളൂ. അവർ മാനേജ് ചെയ്യുന്ന ഫണ്ട് എന്ന് പറയുന്നത് സാധാരണക്കാരുടെ പണമാണ്. അപ്പോൾ അവർക്ക് നഷ്ടമുണ്ടാകുമ്പോൾ ഈ ഫണ്ടുകളിൽ പൈസ നിക്ഷേപിച്ചിട്ടുള്ള സാധാരണക്കാർക്കാണ് അൾട്ടിമേറ്റ്ലി നഷ്ടമുണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതിനകത്തൊരു മോശം കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നല്ലതുമാണ് ചീത്തയാണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ലീഗലാണോ ഇല്ലീഗലാണോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇതിനെ ഇല്ലീഗൽ എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമാണ് ഇവർ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ഇതിനെ നമുക്ക് ഇല്ലീഗൽ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊരു അസ്വാഭാവികമായിട്ടുള്ളൊരു സംഭവമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല, അസ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അസ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചാൽ മാത്രമേ നമുക്ക് വാൾ സ്ട്രീറ്റിലെ ആളുകളെ പാഠം പഠിപ്പിക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് ഇതൊരു ഇല്ലീഗലാണ് എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. ഇനി അവസാനത്തെ ചോദ്യം ഇന്ത്യയിലുള്ള പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് ഇന്ത്യയിൽ പോസിബിൾ ആണോ എന്നുള്ളതാണ്. കാരണം നമുക്ക് ഒരുപാട് വലിയ വലിയ വാട്സാപ്പ് ഗ്രൂപ്പുകളും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതുപോലെ ഇന്ത്യയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇന്ത്യയിൽ ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആൻസർ എന്ന് പറയുന്നത്. അതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ ഇവിടെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രാക്ടീസസ് ഒക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്ത്യൻ ബോഡി ആയതുകൊണ്ടും അത് നല്ല രീതിയിൽ വർക്ക് ചെയ്തതുകൊണ്ടും ഇന്ത്യയിൽ ഇങ്ങനെ ഒരു കാര്യം പോസിബിൾ അല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെബിയുടെ തന്നെ കാര്യമാണ്. ഞാൻ പറഞ്ഞു ഷോർട്ട് സ്ക്വീസിങ്ങിൽ ഒരു ഷെയർ 100% മേലെ ഷോർട്ടിംഗ് പൊസിഷനുകൾ വരുമ്പോൾ മാത്രമാണ് ഈ ഷോർട്ട് സ്ക്വീസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വരിക. ഈ ഷോർട്ട് സ്ക്വീസിംഗ് ഇല്ലാത്ത സമയത്ത് ഇത്ര ഫാസ്റ്റായിട്ട് വില കയറി പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്, നമ്മുടെ മൊത്തം ഷോർട്ടിംഗ് പൊസിഷൻസ് 20% മുകളിലേക്ക് പോകാൻ പാടില്ല. അതായത് ഒരു കമ്പനിയുടെ 100 ഷെയറുകളാണ് ആകെ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ളെങ്കിൽ ഇതിൻ്റെ 20 ഷെയറുകൾ മാത്രമേ അറ്റ് എ ടൈം നമുക്ക് ഷോർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് 100% മേലേക്ക് പോയാൽ മാത്രമേ ഷോർട്ട് സ്ക്വീസിംഗ് നടക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിൽ ഇത്ര ഫാസ്റ്റായിട്ട് വില മുകളിലേക്ക് കൊണ്ടുപോകാൻ ഷോർട്ട് സ്ക്വീസിംഗ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് ഗെയിം സ്റ്റോപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഒരുപാട് ടെക്നിക്കൽ ടേംസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ അഭിപ്രായം ഇതുപോലുള്ള വാൾ സ്ട്രീറ്റ് ഫേമുകളുടെയൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ഹെജിമണി മുന്നോട്ട് പോകണോ, അത് നിർത്താൻ നമുക്ക് എങ്ങനെ സാധിക്കും മുതലായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും നന്ദി.